ഇന്ന് നമുക്കിത് നല്ല ചെനച്ചൊരു മാങ്ങ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടൊന്ന് അച്ചാറാക്കി എടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ചെറുതാക്കി എടുക്കുന്നില്ലേ, കാരണം ഇത് ഒത്തിരി ചെനച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലുത്തു പോകാൻ സാധ്യതയുണ്ട്. അതിനിത് ഒത്തിരി ദിവസമൊന്നും ഇരിക്കുകയല്ല, എന്നാലും. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു പാൻ വെച്ച് ചൂടായി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കണ്ടല്ലോ, ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലേ, അതുകൊണ്ട് കുറച്ചേറെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചേറെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് കുറച്ച് കായവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 1/4 കപ്പോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി മാറ്റി നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഇതിനും ടേസ്റ്റ് ഒരു അച്ചാർ വേറെ ഇല്ല കേട്ടോ. ചെറിയൊരു മധുരവും പുളിപ്പും ഉപ്പും ഒക്കെ ആയിട്ട് സൂപ്പറാണേ.